ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഒരു മോരുകറിയാണ്. പക്ഷേ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മോരുകറിയാണ് നമ്മുടെ മാമ്പഴം ഉപയോഗിച്ചിട്ടുള്ള മോരുകറി. മാമ്പഴം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും വായിൽ വെള്ളം വരും. അതുപോലെ തന്നെ മോരുകറി ആകുമ്പോൾ പ്രത്യേകിച്ചും കൊതി തോന്നുന്നൊരു കറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു മോരുകറിയും. ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മെഴുക്കുരുട്ടിയോ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മാമ്പഴം മോരുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. ചന്ദ്രക്കാരൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചന്ദ്രക്കാരൻ മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരിക്കാണെങ്കിലും മാമ്പഴം മോരുകറിക്കാണെങ്കിലും ഒക്കെ ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. വേറെ മാങ്ങ എടുക്കുന്നതിനേക്കാൾ നല്ലത് ചന്ദ്രക്കാരൻ മാങ്ങ തന്നെ എടുക്കുക. പിന്നെ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. പുളി അധികം ഇല്ലാത്ത കട്ട തൈരാണ് നല്ലത്. നമുക്ക് മാമ്പഴം മോരുകറി എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരമുള്ള കറിയാണ്. അപ്പോൾ പുളി അധികം ഇല്ലാത്ത കട്ട തൈര് എടുക്കുക. നമ്മൾ ഈ തൈരിലേക്ക് വെള്ളം ചേർക്കില്ല, തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് ചേർക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് എടുക്കാം. ഉള്ളി വറവിടാൻ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ മാമ്പഴം നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മാമ്പഴം തൊലി മാറ്റിയിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കൈ ഉപയോഗിച്ച് തൊലി മാറ്റിയെടുത്താൽ മതി കേട്ടോ. കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൈ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാമ്പഴത്തിൻ്റെ തൊലി മാറിക്കിട്ടും. നന്നായിട്ട് പഴുത്ത മാമ്പഴമാണെങ്കിൽ ഇതുപോലെ തൊലി മാറിക്കിട്ടുള്ളൂ. നന്നായിട്ട് പഴുത്ത മാമ്പഴം തന്നെയാണ് നമ്മുടെ മോരുകറിക്ക് വേണ്ടതും. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിക്കോളൂ. ഇതിപ്പോൾ തേങ്ങ ചേർക്കാതെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മോരുകറി കാണിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇത്ര മാങ്ങ വേണം എന്നൊന്നുമില്ല കേട്ടോ. ഒരു 3-4 മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോരുകറി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം തൊലി മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാമ്പഴം എല്ലാം നമ്മൾ പൊളിച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. കൂടുതൽ മധുരം ചേർക്കേണ്ടി വരും. പിന്നെ 2-3 ഇതിൽ കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് മാമ്പഴം ഒന്ന് നന്നായി കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട തൈര് മിക്സിയിലൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്, നന്നായിട്ട് അരച്ച് ആ ഒരു ഇതാക്കി എടുക്കരുത്. വെള്ളം ചേർക്കുകയും ചെയ്യരുത്. കട്ട തൈര് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒന്നില്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 2 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൈരിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞു വരും. അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴവും കുക്കായി വരും. ഇത്രയും റെഡി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മധുരം ചേർക്കണം. മധുരം ചേർത്താലേ മാമ്പഴ പുളിശ്ശേരി ആണെങ്കിലും മാമ്പഴം മോരുകറി ആണെങ്കിലും പെർഫെക്റ്റ് ആവുള്ളൂ. ഞാൻ ഇത്രയുള്ള ഒരു പീസ് ശർക്കരയാണ് ചേർക്കുന്നത്. മാമ്പഴക്കറികൾക്കൊക്കെ ശർക്കരയാണ് കേട്ടോ നല്ലത്, പഞ്ചസാര ചേർക്കുന്നതിനേക്കാൾ. ശർക്കര കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കാം. മാക്സിമം നമ്മൾ ശർക്കര തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മധുരവും കൂടി നമ്മുടെ മാങ്ങയിലേക്ക് ഒന്ന് പിടിച്ചു വരട്ടെ. മാങ്ങയ്ക്ക് മധുരം ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ ശർക്കര ചേർക്കണം കേട്ടോ, അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ. ഇതിനെ ഒന്നുകൂടി ഒന്ന് തിളച്ച് ആ ശർക്കരയൊക്കെ മെൽറ്റായി മാമ്പഴത്തിലേക്ക് പിടിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയുടെ മധുരമൊക്കെ നമ്മുടെ മാമ്പഴത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിലൊന്ന് വിപ്പ് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ തൈര് ചേർത്തിട്ട്, തിളച്ചു പോവരുത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മധുരം കുറവാണെങ്കിൽ വീണ്ടും ശർക്കര ചേർത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. അല്ലാതെ നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ വറവിടുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഇതിലേക്ക് 1-2 പൊടികൾ ചേർക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പൊടി ചേർത്തോളൂ, ഇല്ലെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർക്കണം കേട്ടോ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതിലേക്ക് ആ 2 പൊടികളും കൂടി ചേർത്താലേ നമ്മുടെ മാമ്പഴം മോരുകറി പെർഫെക്റ്റ് ആവുള്ളൂ. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തൈര് ചേർത്തത്. ആദ്യം ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ജീരകം വറുത്ത് പൊടിച്ചതാണ്, നല്ല ജീരകം കേട്ടോ, ക്യൂമിൻ സീഡ്സ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ഉലുവയും ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്താലേ നമ്മുടെ മോരുകറി പെർഫെക്റ്റ് ആവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കുന്ന മോരുകറിയല്ലേ, അപ്പോൾ ഈ 2 പൊടികൾ ചേർത്ത് അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം, നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മോരുകറിയാണ്. നമ്മൾ കട്ടി തൈരെടുത്താലേ ഇതുപോലെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മോരുകറി ഇട്ടുള്ളൂ. ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ ഇതുപോലത്തെ മോരുകറി ആയിരിക്കില്ല കേട്ടോ, വെള്ളം പോലെ ഇരിക്കും മോരുകറി. ആ മോരുകറിക്ക് അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് ആവി വരട്ടെ, തിളക്കരുത്, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യാം. എരിവ് കുറവാണെങ്കിൽ 1-2 പിഞ്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ, വേറെ പച്ചമുളകൊന്നും ഇനി ചേർക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ, ആ ജീരകത്തിൻ്റെയും ഉലുവയുടെയും റോ ടേസ്റ്റ് ഒന്ന് മാറിയും വരട്ടെ. ഇപ്പോൾ നമ്മുടെ മോരുകറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വറവ് ചേർക്കാം. ഞാനപ്പോൾ ഉപ്പ് എരിവൊന്നും ചെക്ക് ചെയ്തിട്ടില്ല, ഇത് മാറ്റി വെച്ചിട്ട് വറവ് ചേർത്തിട്ട് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കണം, നമ്മൾ തേങ്ങ അരച്ചൊന്നും അല്ലല്ലോ മോരുകറി ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർക്കണം. 1 ടീസ്പൂൺ കടുക് ചേർക്കാം കേട്ടോ, മോരുകറിയിലൊക്കെ കടുക് കുറച്ച് കൂടുതൽ ചേർക്കണം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ തന്നെ വേണം കേട്ടോ, കുറച്ച് ഉലുവയൊക്കെ ഉണ്ടെങ്കിൽ, ഉലുവയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മോരുകറി പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് സാധാരണ എല്ലാ വറവ് ചേർക്കുമ്പോഴും ചേർക്കുന്ന പോലെ തന്നെ ഒരു 3 വറ്റൽമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കാര്യം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീരകപ്പൊടി വറുത്ത് പൊടിച്ചതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ജീരകപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്താലും മതി കേട്ടോ, എന്നിട്ട് വറവിട്ട് കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. വറുത്ത് പൊടിച്ചതാണെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം, വറുക്കാത്തതാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെ ഈ വറവിടുന്നതിലേക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴം മോരുകറി ആയില്ലേ. നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണെങ്കിലും പുളിശ്ശേരിയിൽ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും നമ്മുടെ തേങ്ങയൊക്കെ ചേർത്താലല്ലേ പെർഫെക്റ്റ് ആവുള്ളൂ. പക്ഷേ ഇതിപ്പോൾ തേങ്ങ ചേർക്കാതെ എളുപ്പത്തിൽ മോരുകറി ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴം കൊണ്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചന്ദ്രക്കാരൻ മാങ്ങ വാങ്ങിച്ചിട്ട് ഈ ഒരു മാമ്പഴം മോരുകറി ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്, ഇത്രയും മതി, ഒരുപാട് കളർ മാറിപ്പോവണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് കൂടുതൽ ഭംഗിയാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താലേ ഭംഗി ഉണ്ടാവുള്ളൂ. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. ഒരു 1/4 ടീസ്പൂണിലും ഒരു പിഞ്ചും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ ഉള്ളിയുടെ ചൂടിൽ മുളക് പൊടി മിക്സ് ആയിക്കോളും. ഇനി നമുക്കിത് മോരുകറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയ മോരുകറി ആണെന്ന് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയില്ല, അത്രയും അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണ്. ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്തു, ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ കറക്റ്റായിരുന്നു, എരിവൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മോരുകറി? കാണാൻ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന്
പുളിശ്ശേരി ഉണ്ടാക്കിയില്ലെങ്കിൽ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെ എളുപ്പത്തിലൊന്ന് മാമ്പഴം മോരുകറി ഉണ്ടാക്കി നോക്കൂ. വിഷുവിന് തന്നെ വേണമെന്നില്ല കേട്ടോ, ഈസ്റ്ററിന് ലഞ്ചിനാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, ഒരു ചേഞ്ച് ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുക്കിംഗ് റെസിപ്പീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.